ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെ ആരും ശ്രദ്ധിക്കത്തില്ല എന്നാണ് നമ്മുടെ ചിന്ത. അത്രമാത്രം നമ്മെ ശ്രദ്ധിക്കത്തക്ക നിലകളിൽ നമ്മിൽ എന്താണ് പ്രത്യേകത എന്നല്ലേ? തീർച്ചയായിട്ടും പ്രത്യേകത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നൽ നമ്മളിൽ വളരുമ്പോഴും ഒരു കാര്യം മറക്കരുത്, ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുള്ളതിൽ ഒരു കാരണം ഇതാണ്. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ് എന്ന്. വിലപ്പെട്ട എന്തെങ്കിലും വസ്തു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും അതിനുമേൽ തന്നെ ആയിരിക്കുമല്ലോ. തിരുവചനം പറയുന്നത് നമ്മുടെ നിക്ഷേപം ഉള്ളിടത്ത് നമ്മുടെ ഹൃദയവുമുണ്ടെന്നല്ലേ? വാസ്തവത്തിൽ ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളാണ് നമ്മൾ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കട്ടെ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാറും അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്ന സാറയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ സ്വരച്ചേർച്ചയില്ലായ്മയോ കാരണം ഹാഗാർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ നിർബന്ധിതയായി. ആരും തന്നെ കാണുന്നില്ല എന്നായിരുന്നു ഒരുപക്ഷെ ഹാഗാറിന്റെ വിചാരം. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ അവളെ വഴിയിൽ കണ്ട് അവളോട് സംസാരിച്ചു എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. തന്നെയുമല്ല, അവളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ സംസാരിക്കുന്നുണ്ട് ദൈവദൂതൻ ഹാഗറിനോട്. ഈ ഇറങ്ങിപ്പോക്ക് ഒരുപക്ഷെ അബ്രഹാമിന്റെ അറിവോടെയോ അനുമതിയോടെയോ ആയിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ 21-ാം അധ്യായത്തിൽ വരുമ്പോൾ വാസ്തവത്തിൽ അബ്രഹാമിന്റെ അനുമതിയോടെ ഹാഗർ പുറത്താക്കപ്പെടുകയായിരുന്നു ചെയ്തത്. എൻ്റെ മകനായ ഇസ്മയിലുമൊത്തുള്ള ആ യാത്ര കണ്ണീരോടെ പര്യവസാനിക്കുമെന്നാണ് അവൾ വിചാരിച്ചതെങ്കിലും ദൈവം ഇടപെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ലോകത്തിൽ പലർക്കും വിലപ്പെട്ടവരൊന്നുമല്ല, പക്ഷെ ദൈവത്തിന് എല്ലാവരും വിലപ്പെട്ടവർ തന്നെയാണ്. ഏകദേശം 100 കോടിയിലധികം നിരീക്ഷണ ക്യാമറകൾ ഈ ലോകത്തിലാകമാനമുണ്ടെന്നാണ് ഒരു കണക്ക്. ആകെയുള്ള നിരീക്ഷണ ക്യാമറകളിൽ 54% ചൈനയിലാണെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ നിരീക്ഷണ ക്യാമറ പോലെ തന്നെ ഉപയോഗിക്കപ്പെടുന്ന മറ്റൊന്നാണല്ലോ നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ. അതിൻ്റെ ഒക്കെ കൂടി എണ്ണമെടുത്താൽ നമുക്കൊരു പക്ഷേ എണ്ണിത്തിട്ടപ്പെടുത്താൻ തന്നെ കഴിയില്ല. ഇത്രയൊക്കെ ക്യാമറകളും മൊബൈൽ ഫോണുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെന്നിരിക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു ക്യാമറയും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മക്കളെ ചൊല്ലിക്കരഞ്ഞത്, കുടുംബത്തെ ചൊല്ലിക്കരഞ്ഞത്, സാമ്പത്തിക വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടത്, ചിലരുടെ രോഗാവസ്ഥയെ ഓർത്ത് ഭാരപ്പെട്ടത്, ഇതൊക്കെ ദൈവം കണ്ടില്ലെന്നാണോ? ഭാരപ്പെടരുത്, ദൈവം അത് കണ്ടിട്ടുണ്ട്. ദൈവം കണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, ദൈവം അതിന് മറുപടി നൽകുകയും ചെയ്യും. ഒരുപക്ഷെ ഏതെങ്കിലും നിരീക്ഷണ ക്യാമറ നമ്മുടെ സങ്കടം ഒപ്പിയെടുത്താൽ പോലും അവർക്കത് ഒപ്പിയെടുക്കാൻ മാത്രമേ കഴിയൂ, അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല എന്നത് 100% ശരിയാണ്. എന്തിന് അധികം പറയുന്നു, നമ്മുടെ ദീർഘനിശ്വാസം പോലും അതേ നിലയിൽ അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് മറന്നു പോകണ്ട. സങ്കടങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും ഒക്കെ മധ്യത്തിൽ ഒരിക്കൽ പോലും ഭാരപ്പെടുവാനോ നിരാശപ്പെടുവാനോ ഇടയാകരുത്. ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ സഹായിപ്പാൻ കൂടെ എത്തും. എബ്രായ ലേഖന കർത്താവ് സംശയലേശമെന്നെ പറയുകയാണ്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്ന്. തന്നെയുമല്ല, സകലതും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുണ്ട്. മിസ്രയീമിലുള്ള ജനത്തെ വിടുവിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ തുടക്കമെന്നോണം മോശയും ദൈവവുമായി സംസാരിക്കുകയാണ്. മോശയെ തിരഞ്ഞെടുത്തതും പറഞ്ഞയച്ചതും ഒന്നുമല്ല എനിക്ക് അത്ഭുതമായി തീർന്നത്, ഇത്രയും മുഴുവൻ ആളുകളുടെയും സങ്കടങ്ങൾ ഞാൻ അറിയുന്നു എന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ്. സ്വന്തം ഭർത്താവിന് ഭാര്യയുടെയോ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ മക്കൾക്ക് അമ്മയുടെയോ അപ്പൻ്റെയോ തിരിച്ച മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബന്ധങ്ങളുടെയോ സ്നേഹങ്ങളുടെയോ ഒക്കെ സങ്കടങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുമ്പോൾ സുഹൃത്തെ, നിങ്ങളുടെ സങ്കടം ദൈവത്തിന് നന്നായി അറിയാം. ചില സങ്കടങ്ങളൊന്നും നിങ്ങൾക്കാരോടും പറഞ്ഞ് പങ്കുവെച്ച് അതേക്കുറിച്ച് എന്തെങ്കിലും നിലയിലുള്ള ഒരു പരിഹാരത്തിന് വഴി കണ്ടെത്താൻ കഴിയാത്തതായിരിക്കാം. പക്ഷെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഈ ദിവസങ്ങളൊന്നിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ
കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലരെങ്കിലുമൊക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. കർത്താവരോട് കരുണ കാണിക്കണമേ, മനസ്സലിയണമേ. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.